ഞങ്ങളുടെ ഈ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വേദനകളിൽ പങ്കുചേർന്നതിന് സ്നേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. അദ്ദേഹം ഒരു വ്യക്തിക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇനി അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞങ്ങളുടേതായിരിക്കും, വ്യക്തിപരമായിട്ട് എന്റേതായിരിക്കും. അദ്ദേഹം ഈ മണ്ണിൽ വന്ന് ആ വാഗ്ദാനം ഒരു പാലിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ നമസ്കാരം. ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടി അവിടെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നാട്ടുകാരുടെ ഭാഗത്ത് നടക്കുന്നു. നിരാലംബരായ ഒരു വലിയ വിഭാഗം ജനത, എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ വിഭാഗം ജനത സർക്കാരിനോട് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് പൂർണ്ണമായും കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ച് കേരളത്തിലെ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെ, ഞാനും 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഒരാളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ നൽകിയത് 765 കോടി രൂപയാണ്. ചൂരൽമലയിലെ 398 മരണങ്ങളാണ് സംഭവിച്ചത്. ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട്, അന്ന് ഈ ദുരന്തമുണ്ടായ സമയത്ത് ഞാൻ ഉന്നയിച്ച ആരോപണം ദുരന്തത്തെ മുതലെടുക്കുന്ന മുഖ്യമന്ത്രി എന്നായിരുന്നു. പാവങ്ങളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന മുഖ്യമന്ത്രി എന്നായിരുന്നു. അന്ന് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരുപാട് പേർ എനിക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. എല്ലാ ചാനലുകളും, അന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നലെ വരെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളിൽ നമ്മുടെ നാട് കൈയഴിഞ്ഞ് സഹായിച്ച ആയിരക്കണക്കിന് കോടി രൂപ ഈ സർക്കാർ ഏത് രീതിയിലാണ് ചിലവഴിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ 5000 കോടി രൂപയോളം പ്രളയത്തിന് വന്നിട്ട് ആ തുക ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് അന്വേഷിക്കാത്ത, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് ഞാൻ ഈ പ്രതിഷേധം ഉന്നയിച്ച സമയത്ത് എനിക്കെതിരെ വാർത്തയിട്ടിരുന്നു. അന്ന് മനോരമയിൽ വന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നാടിനെ ചേർത്ത് പിടിച്ച് ലാലേട്ടനും മമ്മൂക്കയും അഖിൽമാരാരെ തള്ളി നാടെന്നായിരുന്നു. പിന്നീട് ജനകീയ കോടതിയിലേക്ക് എന്നെ വിളിക്കുന്ന സമയത്തും എന്നെ അങ്ങ് തേച്ചൊട്ടിച്ച് ഇല്ലാതാക്കിയേക്കാം, സർക്കാരിനെതിരെ പറഞ്ഞ ഇവനെ പൊതുസമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കിയേക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു ആ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചത്. എന്നാൽ പൊതുജനം എന്റെ ഒപ്പം നിന്നതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇനി കഴിഞ്ഞ ആഴ്ച അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, വയനാട്ടിൽ നീ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ ഈ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ? ഞാനിനി അങ്ങനെ അത് ചെയ്താലും നിങ്ങൾ പറയും 4 പേരുടെ മുന്നിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്തതാണെന്ന് പറയും. ഞാനിതിനു മുൻപ് തന്നെ വയനാട്ടിൽ പോയിരുന്നു. അവിടുത്തെ ആക്ഷൻ കൗൺസിൽ ആൾക്കാരുമായി സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പോയിരുന്നു. കഴിഞ്ഞ ആഴ്ച പോയ സമയത്ത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ആ സമയത്ത് ഞാനിത് പറയാൻ ശ്രമിച്ചാൽ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെല്ലാം അതിന് പിന്നാലെ ഓടുന്ന സമയത്ത് ഈ ഒരു പരമമായ യാഥാർത്ഥ്യം നിങ്ങൾ അറിയാതെ പോകുമെന്ന് കരുതി വരട്ടെ, സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം, സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ തന്നെ ചൂരൽമലയിൽ പോയിരുന്നു. അവിടെ അർഹരായവർക്ക്, സർക്കാർ പരിഗണിക്കാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. അത് എന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടായതുകൊണ്ടല്ല. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് 2 വർഷം മുമ്പ് വരെ വീടോ കൂടോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇന്നും എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വഴിയില്ലാത്ത ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ നിന്ന് ഇന്നത്തെ ദിവസം ഞാൻ അമ്മയും കൊണ്ടൊരു ബയോപ്സി ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. എന്റെ അച്ഛന് കഴിഞ്ഞ 7-8 മാസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ആയിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ സംസാരിക്കുന്നതും ചൂരൽമലയിലെ ഒരു വലിയ വിഭാഗം, വയനാട്ടിലെ ഒരു വലിയ വിഭാഗം നിവാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 1024 കുടുംബങ്ങളെക്കാണ് ആദ്യം വീട് വെച്ച് കൊടുക്കാം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരുന്നത്. പിന്നീട് മുഖ്യമന്ത്രി, അത് എന്റെ കണക്കിൽ 1, 2, 5, 10 തെറ്റുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാനിപ്പോൾ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. 1044 കുടുംബങ്ങൾക്ക് അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, നിയമസഭയിൽ പറയുന്നു. പിന്നീട് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് 450 കുടുംബങ്ങൾക്ക്, അതായത് ഇപ്പോൾ അത്രയില്ല, 50 കുടുംബങ്ങളെയും കൂടെ അഡീഷണലി പരിഗണിച്ചുകൊണ്ട് ആകെ 450 കുടുംബങ്ങൾക്കാണ് നിലവിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായിട്ടുള്ളത്. ആലോചിക്കണം, 765 കോടി രൂപ സർക്കാരിന്റെ കൈകളിലേക്ക് ചൂരൽമലയ്ക്ക് വേണ്ടി മാത്രം, വേറെ ഒരു കാര്യത്തിനും ജനം കൊടുത്തതല്ല, ചൂരൽമലയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത തുക, അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ മനസ്സറിഞ്ഞ് സഹായിച്ചൊരു തുക. ഈ തുക ഇന്ന് കയ്യിലിരിക്കുന്ന സമയത്ത് 1 വർഷം കഴിഞ്ഞിട്ടും അവിടുത്തെ മനുഷ്യരെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിച്ച്
മുന്നോട്ട് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങൾ ഈ നാടിന്റെ നന്മയാണ്, ഞങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷമില്ലെങ്കിൽ മനുഷ്യരില്ല എന്ന് പറയുന്ന സാഹിത്യവും വാഴ്ത്തിപ്പാടലുകളും കവിതാശലകങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരും. അതിനു മുൻപ് നിങ്ങൾ ഇവരുടെ കാപട്യങ്ങളും കള്ളത്തരങ്ങളും ഒന്ന് മനസ്സിലാക്കണമെന്ന് കരുതി തന്നെയാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. 1960 കാലഘട്ടത്തിലാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അന്ന് കർണാടകത്തിൽ നിന്നും വന്ന് ജോലിക്ക് വന്ന ആൾക്കാരായിരുന്നു ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ മരിച്ചു, ആരുടെയും കണക്കോ കാര്യങ്ങളോ ഒന്നും വ്യക്തമായി ലഭ്യമായിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴായി അവിടെ ഉരുൾപൊട്ടലുണ്ടായി. അതിന്റെ ഞാൻ ഈ വർഷങ്ങളും ഡേറ്റുകളും പറയാത്തത് ചിലപ്പോൾ തെറ്റ് സംഭവിച്ചേക്കാം. അവിടുത്തെ ആൾക്കാർ പറഞ്ഞും ഞാനെടുത്ത ഡേറ്റാസ് വെച്ചിട്ടുമാണ്. ഞാനിപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന എന്നെ വയനാട്ടിലുള്ള ആൾക്കാർ വിളിച്ചുണർത്തിയ സമയത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടി, കാരണം ഞാൻ പിന്നീട് ഈ ഒരു വൈകാരികമായിട്ടുള്ള സംസാരം പിന്നീട് എനിക്ക് സംസാരിക്കാൻ കഴിയാതെ വരുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പൂർണ്ണമായി കേൾക്കുക. അപ്പോൾ 2020 അവസാനമായി അവിടെ ഉരുൾപൊട്ടി 3-4 വീടുകൾ നശിച്ചില്ലാതായത്. അതിന് മുൻപും അവിടെ ഉരുൾപൊട്ടി, പുത്തുമലയിൽ ഉരുൾപൊട്ടി 19-ലധികം ആൾക്കാർ അവിടെയും മരണപ്പെട്ടു. കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ബാംഗ്ലൂർ MP ആയിരുന്ന, കർണാടകത്തിൽ MP ആയിരുന്ന തേജസ്വി യാദവ് അല്ലെ, ക്ഷമിക്കണം, തേജസ്വി അല്ലല്ലോ, ആ ചെറുപ്പക്കാരൻ MP ക്ഷമിക്കണം, ഞാൻ പേര് മറന്നു, യുവമോർച്ചയുടെ പഴയ ദേശീയ പ്രസിഡന്റ്, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4000-ലധികം കുടുംബങ്ങളെ ചൂരൽമല പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2013 തന്നെ കേന്ദ്രത്തിന്റെ പഠനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാവോ ഈ ജനങ്ങളുടെ ജീവിതം വെച്ച് ഇവർ കളിക്കുന്നത്? ഇവരെ സംബന്ധിച്ച് ഈ ചൂരൽമല പ്രദേശം റെഡ് സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വലിയ വലിയ വ്യവസായികളെല്ലാം തന്നെ പാപ്പരായി മാറും. അവിടേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്ന്, ടൂറിസത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആരൊക്കെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഞാൻ പറഞ്ഞത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാകുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയതിനു ശേഷം അവിടെ ഒരു റെഡ് സോൺ ആയി കഴിഞ്ഞാൽ ആരെയായിരിക്കും ബാധിക്കുക എന്നത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ജനങ്ങൾ മാറിപ്പോയാൽ, അവിടെ റെഡ് സോൺ ആയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കുന്ന കോടികൾ, തങ്ങളുടെ കോടികൾ വില വരുന്ന ഭൂമികൾ, തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗങ്ങൾ, തങ്ങളുടെ തോട്ടങ്ങൾ, തങ്ങളുടെ റിസോർട്ടുകൾ, ഇവയൊക്കെ തന്നെ ഇല്ലാതായി പോകുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കേന്ദ്രത്തിന്റെ മുൻ നിർദ്ദേശം 4000-ലധികം ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശം ഇവിടെ ലംഘിച്ചതിന് പിന്നിൽ ഈ ഭൂമാഫിയകളും ഈ കോടിക്കണക്കിന് രൂപയുടെ കൈകാര്യം ചെയ്യുന്ന ഈ വിഭാഗത്തിൽപ്പെടുന്ന കപട ബിസിനസ് രാഷ്ട്രീയ താല്പര്യമുള്ളവരുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ പ്രദേശവാസികൾ ഒന്നടങ്കം ഇത് നിങ്ങൾ പറയണം. ഞങ്ങളുടെ ജീവിതം വെച്ച് ഇവർ കളിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അല്ലാതെ എനിക്കെന്തായാലും ഈ കാര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വപ്നം കണ്ടിട്ട് തോന്നുന്നതൊന്നും അല്ലല്ലോ. ആ പ്രദേശത്തെ നിവാസികളുടെ ജീവിതം വെച്ചാണ് ഇപ്പോഴും ഇവർ കളിക്കുന്നത്. ഇപ്പോഴും ഈ ചൂരൽമല പ്രദേശത്ത് കുറെ പാവങ്ങളെ കൊണ്ട് പുനരധിവസിപ്പിച്ച് ഇത് ജനവാസ മേഖലയായി നിലനിർത്തണമെന്നത് ഇവരുടെ സ്ഥാപിത താല്പര്യമാണ്. ഇവിടെ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇത് റെഡ് സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ബിസിനസിന് കോട്ടം തട്ടുമെന്നുള്ള ഒരൊറ്റ ചിന്തയുടെ പുറത്ത് നിരവധി മനുഷ്യരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരു കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കണക്ക് പ്രകാരം നമുക്കൊന്ന് പരിശോധിക്കാം. 765 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുമ്പോ 450 കുടുംബങ്ങൾക്ക് കൽപ്പറ്റയിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങി അവിടേക്ക് ഇവർ ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് പുനരധിവസിപ്പിക്കാൻ പോവുകയാണ്. ടൗൺഷിപ്പ് ഒക്കെ ചെയ്യാം, പക്ഷേ ഈ 450 കുടുംബം, ഈ വീട് നിങ്ങൾ നൽകാൻ പോകുന്ന ആൾക്കാരുമായി നിങ്ങൾ ഒരു ചർച്ച നടത്തിയോ? ഞങ്ങൾക്കൊരു ടൗൺഷിപ്പിന്റെ ആവശ്യമുണ്ടോ? അതോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശത്ത് താമസിക്കാനുള്ള അനുമതി നിങ്ങൾ തരുമോ? ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള നിരവധി ആൾക്കാരുടെ ഓഫറുകൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഒരു ചർച്ചയോ കാര്യങ്ങളോ ചെയ്യാതെ സർക്കാർ 156 ഏക്കർ ഭൂമി ഈ പറയുന്ന കൽപ്പറ്റയിൽ വാങ്ങിയതിനു ശേഷം അവിടെ ഈ 450 കുടുംബങ്ങൾക്ക് 7 സെന്റ് വീതമാണ് കൊടുക്കുന്നത്. 7 സെന്റ് വീതം 450 കുടുംബങ്ങൾക്ക് കൊടുത്താൽ ഏതാണ്ട് 32.5 ഏക്കർ വരും. ബാക്കി വരുന്ന 120 ഏക്കറിൽ എന്തൊക്കെ ടൗൺഷിപ്പ് കാട്ടിക്കൂട്ടിയാലും അധികം ഭൂമി ഉണ്ടാവും.
അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ട 1000-ലധികം ആൾക്കാരുണ്ട്. അവരുടെ കണക്കുകളെ ആ ലിസ്റ്റുകളിൽ ഇവരെ പെടുത്തിയിരുന്നില്ല. ഇനി സർക്കാരിന് വീട് വെച്ചു കൊടുക്കാമെന്ന്, ഞാനൊക്കെ എത്രയോ ചെറിയ ആൾക്കാർ 100 വീട് വെച്ചു കൊടുക്കാമെന്ന് ഓഫർ ചെയ്തവർ, റിപ്പോർട്ടർ ചാനലിന്റെ ഓഫറുകളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു വലിയ ഓഫറുകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മലയാളി അസോസിയേഷൻ ഓഫർ ചെയ്തിട്ടുണ്ട്, 25 വീടുകൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ക്രൗൺ പ്ലാസയുടെ ഓണറായ KG എബ്രഹാം സാർ, അദ്ദേഹം 50 വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പോലും മറന്നുപോയ ഓഫറുകളിൽ തന്നെ ഏതാണ്ട് 500-ലധികം വീടുകൾ പലരായി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സർക്കാർ എന്താ പറഞ്ഞതെന്നറിയാവോ? ഈ ഓഫർ ചെയ്ത ആൾക്കാരെ സർക്കാർ ആദ്യം ഒരു അവലോകന മീറ്റിംഗിന് വിളിച്ചു. അതിലൊന്നും ഞങ്ങളെ ആരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. കാര്യം നമ്മളൊക്കെ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നല്ലോ, നമ്മളെയൊന്നും അവർക്ക് വേണ്ട. അങ്ങനെ വലിയ ഓഫറുകൾ ചെയ്ത 10 മുതൽ 100 വരെ വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരെ സർക്കാർ വിളിക്കുകയും സർക്കാരിന്റെ കൈകളിലേക്ക് 20 ലക്ഷം രൂപ ഇടുവാനാണ് ഇവർ പറയുന്നത്. നിങ്ങൾ വെച്ചു കൊടുക്കണ്ട, ഞങ്ങൾ 20 ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഇവിടെ വീട് വെച്ചു കൊടുക്കാം, അതിന് ഞങ്ങൾ ഇവിടെ വസ്തു ഏറ്റെടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ എത്ര പേർ 20 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് നിലവിൽ എനിക്ക് ലഭ്യമല്ല. ഞാൻ തിരക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും തന്നെ ഇതിന്റെ കണക്കുകളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. പണ്ടും ഈ പ്രശ്നം വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എന്താ, 5000 കോടി പിരിച്ചതിന്റെ കണക്കെവിടെ, എന്ത് ചെയ്തു, ഏത് ചെയ്തു, വെബ്സൈറ്റിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് 81 കോടി രൂപ KSFക്ക് എന്ന് പറഞ്ഞ കണക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്. പിന്നീട് അതിനെക്കുറിച്ച് ചോദ്യം ഉയർത്തിയപ്പോൾ അത് എന്തിനായിരുന്നു, ലാപ്ടോപ്പ്, വിദ്യാശ്രീ പദ്ധതി, വിദ്യാകിരണം പദ്ധതി, തട്ടുവെളുപ്പൻ ന്യായവാദങ്ങളൊക്കെ ഉന്നയിച്ചതൊക്കെ നിങ്ങൾ അന്ന് കേട്ടിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ മല പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, ഈ പുഴ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയുടെ സൈഡ് കെട്ടണമെന്നുള്ള ലക്ഷ്യത്തിൽ 197 കോടി രൂപ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും കടമെടുത്ത് ചെയ്യുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഈ 190? ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശം. ഞാൻ കഴിഞ്ഞ ആഴ്ച ചൂരൽമലയിൽ പോയപ്പോൾ അവിടുത്തെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എന്നോട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അഖിലെ എഴുതി വെച്ചോളൂ, 10 ദിവസത്തിനകം ഈ ഭാഗം പൊട്ടിയിരിക്കും. അവർ പറഞ്ഞ് കൃത്യം 10 ദിവസം പോലും ആയിട്ടില്ല, വെറും ഒരാഴ്ചക്കുള്ളിൽ ആ മല വീണ്ടും ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി 197 കോടി രൂപ ചെലവാക്കി ഇതിന്റെ അതിരുകളും ഇതിന്റെ വാളുകളും കെട്ടിവെക്കേണ്ട കാര്യം സത്യത്തിൽ ഇല്ല. കാരണം അവിടെ ജനങ്ങൾ താമസിക്കേണ്ടാത്ത പ്രദേശം, ഒരു പുഴ, ഒരു കാട്, അതിന്റെ സ്വാഭാവിക സ്ഥിതി തുടർന്ന് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇതിന് കെട്ടിവെച്ചാൽ ഇത് ഇടിയും. നമ്മൾ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന നമ്മളെ റോഡുകളിൽ പോലും അഴിമതി കാണിക്കുന്ന ഒരു സർക്കാർ, എല്ലാ ദിവസവും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് തൊട്ട് 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ അടിച്ചു വെച്ചേക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് 4 ലക്ഷം രൂപ പോലും ചെലവാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇരിക്കെ 197 കോടി രൂപയ്ക്ക് ജനങ്ങൾ താമസിക്കാത്ത, ജനങ്ങൾ കാണാത്ത ഒരു പ്രദേശത്ത് നടത്തുന്ന ഒരു വികസനം അല്ലെങ്കിൽ ഈ ഒരു കെട്ട് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അരിയാഹാരം കഴിക്കുന്ന മലയാളികളല്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കട്ട് തിന്നണമെങ്കിൽ നടത്തുന്ന ചില പദ്ധതികൾ മാത്രമാണ് ഈ 197 കോടി രൂപ ഒരു വർഷമായിട്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം, 105 വീടുകളാണ് മുസ്ലിം ലീഗ് ചെയ്തു കൊടുക്കുന്നത്. ഈ 105 വീടുകളും യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. ആ ലിസ്റ്റിൽപ്പെട്ടവർക്ക് 15 ലക്ഷം രൂപ കൊടുത്തിട്ട് അവർ മുസ്ലിം ലീഗ് വെക്കുന്ന വീടുകളിലേക്ക് മാറിപ്പോയി താമസിക്കുകയാണ്. ആലോചിക്കണം, 20 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടി മേടിക്കുന്ന സർക്കാർ, വസ്തു ഇല്ലാതെ വെളിയിൽ പോയി താമസിക്കാൻ വേണ്ടി ഒരുവൻ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് അവന് നൽകുന്നത് 15 ലക്ഷം രൂപയാണ്. ഇനി 50 ലക്ഷം രൂപ വെച്ചിട്ട് ഈ 450ന്റെ സ്ഥാനത്ത് 500 കുടുംബങ്ങൾ എടുത്തോളൂ. 50 ലക്ഷം രൂപ വെച്ചിട്ട് 500 കുടുംബങ്ങൾക്ക് കൊടുത്താൽ പോലും എത്ര രൂപ വരും? വെറും 250 കോടി രൂപയെ വരത്തുള്ളൂ. 50 ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വസ്തു മേടിച്ച് അവന് ഇഷ്ടപ്പെട്ട വീട് വെച്ച് സമാധാനമായി അവന് ആ വയനാട്ടിൽ എവിടെയും താമസിക്കാമെന്നിരിക്കെ ഈ എസ്റ്റേറ്റ് ഭൂമി വാങ്ങിക്കൂട്ടുന്നതിൽ തൊട്ടുള്ള കള്ളത്തരങ്ങൾ തൊട്ട്, ഈ ടൗൺഷിപ്പിനകത്തുള്ള കള്ളത്തരങ്ങൾ തൊട്ട്, ഈ ചെയ്യുന്ന കാര്യങ്ങളെ ഒരു നന്മയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് മഹത്തരമെന്ന് വരുത്തി തീർത്ത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഇവർ ഈ ചൂരൽമല മുണ്ടയ്ക്ക നിവാസികളുടെ ജീവിതത്തെയും ദുരന്തത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു സർക്കാരാണെന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. ആത്മബോധവും ആത്മാഭിമാനവുമുള്ള ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാക്കണം, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മനുഷ്യന്റെ പച്ചമാംസം വിറ്റു തിന്ന് ജീവിക്കുന്ന നരഭോജികളെക്കാട്ടിയും ക്രൂരരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചേ കഴിയൂ. അത്രയും നെറികെട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നതിന്റെ ഏറ്റവും മകുട ഉദാഹരണമാണ്
398 കുടുംബങ്ങളുടെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും അവരെ പുനരധിവസിപ്പിക്കാതെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ജീവിതം വെച്ച് കളിച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്നും 765 കോടി രൂപ പിരിച്ചെടുത്തതിന് ശേഷവും ഇത്രയും നാളുകളായിട്ട് ഇവരെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ ആത്മവിശ്വാസമുള്ള, ആത്മബോധമുള്ള, മാനവിക മൂല്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.